ചെകുത്താന്റെ തന്റെ ഇടി. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആഴ്ന്നേരം പരിക്കേറ്റ കൈകൊണ്ട് ഒരു വലിയ അലങ്കാരവാൾ ഭിത്തിയിൽ നിന്ന് ഊരിയെടുത്തു. ഡേവിഡ് റബേക്കയെ വിട്ടു. രണ്ടുപേരും നേർക്കുനേർ നിന്നു. ഇരുട്ടിൽ ആ വാളുകൾ തമ്മിൽ ഉരസിയപ്പോൾ തീപ്പൊരി ചിതറി. ഡേവിഡ് ക്രൂരമായി ഗബ്രിയേലിനെ ആക്രമിച്ചു. ഗബ്രിയേൽ വേദന വകക്കാതെ ഓരോ ആക്രമണവും തടഞ്ഞു. അവസാനം ഗബ്രിയേൽ ഡേവിഡിന്റെ കൈ തകർത്തു. അവൻ മുട്ടൂത്തി വീണു. ഗബ്രിയേൽ വാൾ അവന്റെ കഴുത്തിന് നേരെ വെച്ചു. ഡേവിഡ്, എന്റെ റോണിയെ കൊന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. അപ്പോഴാണ് ഡേവിഡ് മറ്റൊരു രഹസ്യം പുറത്തുവിട്ടത്. ഗബ്രിയേൽ, നീ എന്നെ കൊന്നാലും നിന്റെ സാമ്രാജ്യം ഉടൻ തകരും. കാരണം റബേക്കയുടെ കയ്യിലിപ്പം നിന്റെ സാമ്രാജ്യത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഉള്ള പെൻ ഡ്രൈവ് ഉണ്ട്. അവളത് പോലീസിനെ ഏൽപ്പിക്കാൻ പോവുക. ഗബ്രിയേൽ അമ്പരപ്പോടെ റബേക്കയെ നോക്കി. റബേക്കയുടെ കണ്ണുകളിൽ ഒരു നിമിഷത്തെ മൗനം. ഗബ്രിയേലിന്റെ വിശ്വാസം വീണ്ടും ഉലയുന്നു പോകും. റബേക്കയുടെ കയ്യിൽ സത്യമായിട്ട് ആ പെൻ ഡ്രൈവ് ഉണ്ടോ? അതോ അവൾ മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇതെല്ലാം ചെയ്യുന്നത്? ആ മുറിയിലെ വായു പോലും സ്തംഭിച്ചു പോയിരുന്നു. ഗബ്രിയേൽ വാൾ ഡേവിഡിന്റെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി. പക്ഷെ ഡേവിഡ് പറഞ്ഞ ആ പെൻ ഡ്രൈവ് എന്ന വാക്ക് ഗബ്രിയേലിന്റെ കൈകളെ അല്പനേരത്തേക്ക് മരവിപ്പിച്ചു. ഗബ്രിയേൽ റബേക്കയെ നോക്കി. അവളുടെ മുഖത്ത് ഭാഭേദമൊന്നും ഇല്ലായിരുന്നു. റബേക്ക, സത്യമാണോ അവൻ പറഞ്ഞ്? നിന്റെ കൈവശം എന്റെ സാമ്രാജ്യത്തിന് മുഴുവൻ രേഖകളും അടങ്ങിയ പെൻ ഡ്രൈവ് ഉണ്ടോ? ഗബ്രിയേലിന്റെ ശബ്ദ മുറിയിൽ മുഴങ്ങി. റബേക്ക സാവധാനം തന്റെ ജാക്കറ്റിൽ പോക്കറ്റിലേക്ക് കൈയിട്ടു. അവൾ പുറത്തെടുത്തൊരു ചെറിയ മെറ്റൽ പെൻ ഡ്രൈവ് ആണ്. ഡേവിഡ് അലറി ചിരിച്ചു. കണ്ടോ ഗബ്രിയേൽ, നിന്നെ നശിപ്പിക്കാൻ തന്നെയാ അവള് വന്നത്. ഗബ്രിയേൽ വാൾ ഡേവിഡിന്റെ കഴുത്തിൽ നിന്ന് അല്പം മാറ്റി പൂർണ്ണമായും റബേക്കയിലേക്ക് തിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ വേദനയും ദേഷ്യം ഒരേ സമയം മിന്നിമറഞ്ഞു. എന്നെ കൊല്ലാൻ നിനക്ക് തോക്ക് വേണ്ടായിരുന്നു റബേക്ക. എന്റെ വിശ്വാസത്തെ തകർക്കാൻ ഈ പെൻഡ്രൈവ് മതിയായിരുന്നു. റബേക്ക പെൻഡ്രൈവ് തന്റെ കൈത്തളത്തിൽ വെച്ചു. എന്നിട്ട് ഗബ്രിയേലിന്റെ അടുത്തേക്ക് ചൂടുകൾ വെച്ചു. ഡേവിഡ് അപ്പോഴും തറയിൽ കിടന്ന് ചിരിക്കുകയായിരുന്നു. റബേക്ക പെട്ടെന്നൊരു ചൂട് മാറി. ഡേവിഡ് നേരെ കുനിഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് ചവിട്ടി. അവന്റെ ചിരി നിലച്ചു. എന്നിട്ട് അവൾ ഗബ്രിയേലിന്റെ അടുത്തേക്ക് വന്ന് ആ പെൻഡ്രൈവ് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതിൽ നിന്റെ സാമ്രാജ്യത്തിന്റെ രേഖകളല്ല ഗബ്രിയേൽ, മറിച്ച് കഴിഞ്ഞ 10 വർഷമായി ഡേവിഡ് റിച്ചാർഡ് ഈ നഗരത്തിലെ പോലീസുകാരെയും രാഷ്ട്രീയക്കാരെയും എങ്ങനെയാണ് വിലക്കെടുത്തുന്നതിന്റെ കൃത്യമായ തെളിവുകളാണ്. ഇത് പോലീസിന് കൊടുത്താൽ തീരുന്നല്ല, മറിച്ച് ഈ നഗരത്തിലെ മുഴുവൻ അഴിമതിക്കാരെയും ജയിലാക്കാൻ ഇതിന് കഴിയും. ഗബ്രിയേൽ അമ്പരന്നു. റബേക്ക തുടർന്നു. എനിക്ക് നിന്റെ സാമ്രാജ്യം വേണ്ട. എനിക്ക് വേണ്ട എൻ്റെ അച്ഛനെ കൊന്ന ഡേവിഡിന്റെ അധോലോകത്തെ പൂർണ്ണമായും തകർക്കുകയാണ്. അതിന് നിന്റെ ഈ സാമ്രാജ്യം ഞാനൊരു ആയുധമാക്കാൻ ആഗ്രഹിച്ചു. അതെ, ഞാൻ നിന്നെ ഉപയോഗിച്ചു. പക്ഷേ ആ ലക്ഷ്യം നിന്നെ നശിപ്പിക്കാനല്ല, നമ്മളെ വേട്ടയാടുന്ന ഈ നഗരത്തിലെ മാഫിയയെ ഇല്ലാതാക്കാനാണ്. അവളെ വിശ്വസിക്കരുത് ഗബ്രിയേൽ, അവള് കളവുറയാ. അത് കേട്ടത് അവൻ പെൻഡ്രൈവ് കയ്യിൽ മുറുക്കെ പിടിച്ചു. അവൻ വാളുയർത്തി. ഡേവിഡിന്റെ കണ്ണുകളിൽ മരണത്തിന്റെ ഭയം നിറഞ്ഞു. ഡേവിഡ്, നീ പറഞ്ഞ സത്യമാ. ഇത് കളി അവസാനിക്കുന്ന സമയാ. അതും പറഞ്ഞ് ഗബ്രിയേൽ വാൾ താഴേക്ക് ആഞ്ഞു വീശി. പെട്ടെന്നാണ് പുറത്തുനിന്ന് വെടിവെച്ച് കേട്ടത്. ലൈബ്രറിയുടെ വലിയ ഗ്ലാസ് ചാലം തകർത്ത് ഒരു വെടിയുണ്ട് അകത്തേക്ക് പാഞ്ഞു വന്നു. അത് ഗബ്രിയേലിന്റെ കയ്യിൽ നിന്ന് വാൾ തെറിപ്പിച്ചു. ഡേവിഡ് ആ സമയം കൊണ്ട് തറയിൽ കിടന്ന ഒരു ചെറിയ കത്തിയെടുത്ത് റബേക്കയുടെ കഴുത്തിൽ വെച്ചു. ആരും ഇറങ്ങരുത്. ഗബ്രിയേൽ, വാൾ താഴെയിട്, അല്ലെങ്കിൽ ഡോക്ടറെ കഴുത്തി ഞാൻ ഇറക്കും. ഇരുട്ടിൽ നിന്ന് 10 പേരോളം വരുന്ന പുതിയൊരു സംഘം അകത്തേക്ക് ഇരച്ചു കയറി. ഡേവിഡിന്റെ ബാക്കിയുണ്ടായിരുന്ന സ്പെഷ്യൽ ഫോഴ്സ് ആയിരുന്നു അത്. അവർ ഗബ്രിയേലിനെയും റബേക്കയെയും വളഞ്ഞു. റബേക്കയുടെ കഴുത്തിൽ നിന്ന് ചെറിയൊരു ചോരത്തുള്ളി ഇറ്റിറ്റ് വീണു. ഗബ്രിയേൽ നിസ്സഹായനായി നിന്നു. ഡേവിഡ്, നീ തോറ്റു കഴിഞ്ഞു എന്ന് നിനക്കറിയില്ലേ? ഗബ്രിയേൽ ശാന്തമായി ചോദിച്ചു. ഞാൻ തോറ്റാ ഈ റബേക്കയും മരിക്കും. ഈ കളിയിൽ ജയിക്കുന്ന ആരാണ് നമുക്ക് നോക്കാം. അപ്പോഴാണ് കോട്ടയുടെ തറക്കടിയിൽ നിന്ന് വിചിത്രമായ ശബ്ദം കേട്ടത്. സിദ്ധാർത്ഥ് വെച്ച സ്ഫോടക വസ്തുക്കളല്ല അത്. ഗബ്രിയേലിന്റെ കോട്ടയുടെ രഹസ്യറകൾ തുറക്കുന്ന മെക്കാനിസമായിരുന്നു. ഗബ്രിയേൽ റബേക്കയെ നോക്കിയൊരു കണ്ണിറുക്കി. റബേക്ക അതെന്താണെന്ന് തിരിച്ചറിഞ്ഞു. അവൾ പെട്ടെന്ന് ഡേവിഡിന്റെ കൈ തട്ടി മാറ്റി താഴേക്ക് കുനിഞ്ഞു. ഗബ്രിയേൽ മിന്നൽ വേഗത്തിൽ ഡേവിഡിന്റെ നെഞ്ചിലേക്ക് ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ഡേവിഡ് പിന്നിലേക്ക് തെറിച്ചു വീണു. ഗബ്രിയേൽ തറയിലൊരു പ്രത്യേക സ്വിച്ചിൽ അമർത്തി. കോട്ടയുടെ തറയിലെ വലിയൊരു ഭാഗം പെട്ടെന്ന് താഴേക്ക് താഴ്ന്നു. അതൊരു വലിയ ഭൂഗർഭ തടവറയിലേക്കുള്ള കവാടമായിരുന്നു. ഡേവിഡും അവന്റെ ഗുണ്ടകളും ആ തടവറയിലേക്ക് വീണു. റബേക്ക ഓടിപ്പോയി ഗബ്രിയേലിന്റെ തോളിൽ പിടിച്ചു. നമ്മൾ ജയിച്ചു ഗബ്രിയേൽ. പക്ഷെ അവർ ജയിച്ചു എന്ന് കരുതിയ നിമിഷം കോട്ടയുടെ പുറത്ത് പോലീസിന്റെ വലിയൊരു സൈറൺ മുഴങ്ങി. വിക്രം ഷെട്ടിയുടെ ആളുകൾ കോട്ട വളഞ്ഞു കഴിഞ്ഞു. അവർ ഗബ്രിയേലിനെ അറസ്റ്റ് ചെയ്യാൻ വരികയാണ്. കോട്ടയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ ഗബ്രിയേൽ കണ്ടത് നഗരത്തിലെ പോലീസുകാരുടെ വലിയൊരു നിരയെയാണ്. മുൻ കമ്മീഷണർ വിക്രം ഷെട്ടിയുടെ ആളുകൾ മാത്രമല്ല, സംസ്ഥാനത്തെ പ്രത്യേക ദൗത്യസേന തന്നെ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഗബ്രിയേൽ ക്രിസ്റ്റി, കീഴടങ്ങുക, കോട്ട വളയപ്പെട്ടിരിക്കുന്നു. പുറത്ത് മെഗാഫോണിലൂടെ ശബ്ദം മുഴങ്ങി. റബേക്ക ഗബ്രിയേലിന്റെ തോളിലെ മുറിവിലേക്ക് നോക്കി. ചോരയൊലിപ്പ് കുറഞ്ഞിട്ടില്ല.
നമുക്കിനിയും സമയം കളയാൻ പറ്റില്ല ഗബ്രിയേൽ. താഴെ വീണ ഡേവിഡ് അവൻ്റെ ആളുകൾ എപ്പോൾ വേണമെങ്കിലും മുകളിലേക്ക് കയറി വരാം. മുന്നിൽ പോലീസ്, പിന്നിൽ ശത്രുക്കൾ. നമ്മൾ കുടുങ്ങി. ഗബ്രിയേൽ തന്നെ തോളിലുണ്ടായിരുന്ന മുറിവ് ഒരു തുണി ഉപയോഗിച്ച് മുറുക്കി കെട്ടി. എന്നിട്ട് അവൻ ലൈബ്രറിയുടെ മധ്യഭാഗത്തുള്ള ഒരു വലിയ പെയിന്റിങ്ങിലേക്ക് നോക്കി. അവൻ പതുക്കെ ആ പെയിന്റിങ് മാറ്റി. ആളൊരു ഡിജിറ്റൽ കീപാഡ് ഉണ്ടായിരുന്നു. റബേക്ക, ഈ കോട്ട പണി കഴിപ്പിച്ച എൻ്റെ അച്ഛനാ. ഇതിനൊരു പുറത്തേക്കുള്ള വഴിയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അത് തുറക്കാൻ ഒരു പ്രത്യേക കോഡ് വേണം. ആ കോഡ് എൻ്റെ അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ മാത്രമേ ഉള്ളൂ, ഗബ്രിയേൽ പറഞ്ഞു. പെട്ടെന്ന് തടവറയിൽ നിന്ന് അലർച്ചകൾ കേൾക്കാൻ തുടങ്ങി. ഡേവിഡ് റിച്ചാർഡ് തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കോട്ടയുടെ ചുമരുകൾ വിറക്കുന്നു. കോഡ് നീ ഒന്ന് ഓർത്തു നോക്ക്, റബേക്ക പരിഭ്രമത്തോടെ പറഞ്ഞു. ഗബ്രിയേൽ കണ്ണുകളടച്ചു. തന്റെ കുട്ടിക്കാലം, ക്രിസ്റ്റി കോട്ടയുടെ ശിലാസ്ഥാപന ദിവസം. അച്ഛൻ പറഞ്ഞൊരു വാചകം അവന്റെ മനസ്സിലേക്ക് മിന്നിമറഞ്ഞു. ദൈവം നൽകിയ നീതിക്ക് ആയുസ് കുറവാ, പക്ഷേ പ്രതികാരം ഏറെക്കാലവും നിലനിൽക്കും. ഗബ്രിയേൽ വേഗത്തിൽ കീപാഡിൽ ടൈപ്പ് ചെയ്തു. 7412 അച്ഛന്റെ കാർ നമ്പർ. ആറ് നിൽക്കുന്ന തറയുടെ ഒരു ഭാഗം പതുക്കെ നീങ്ങി. അതൊരു രഹസ്യ ടണലായിരുന്നു. താഴേക്ക് ഇരുട്ടിലേക്ക് നീളുന്ന രഹസ്യ വഴി. റബേക്ക, വേഗം! ആ ടണലിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ലൈബ്രറിയുടെ വാതിൽ തകർത്ത് ഡേവിഡ് റിച്ചാർഡ് ഒരു തോക്കുമായി അകത്തേക്ക് ഇരച്ചു കയറി. അവന്റെ മുഖം ചോര കൊണ്ട് കുളിച്ചിരുന്നു. ഗബ്രിയേൽ, നിന്നെ ഞാൻ എവിടെയും പോകാൻ അനുവദിക്കില്ല! ഡേവിഡ് വെടിയുതിർത്തു. ഗബ്രിയേൽ റബേക്കയെ തള്ളിയിട്ട് ടണലിലേക്ക് ചാടി. വെടിയുണ്ട ഭിത്തിയിൽ തട്ടിത്തെറിച്ചു. ഡേവിഡ് ടണലിലേക്ക് ഓടി വന്നെങ്കിലും ഗബ്രിയേൽ ടണലിന്റെ കവാടം പുറത്തുനിന്ന് ബ്ലോക്ക് ചെയ്തു. കോട്ടയുടെ മുകൾ തട്ടി ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. ടണലിലൂടെ അവർ ഇരുട്ടിലോടി. കുറെ ദൂരം ചെന്നപ്പോൾ അവർ തുറസായ ഒരു സ്ഥലത്തെത്തി. അത് ക്രിസ്റ്റി കോട്ടയുടെ പുറകുവശത്തുള്ള പുഴയുടെ തീരമായിരുന്നു. അവിടെ ഗബ്രിയേലിന്റെ വിശ്വസ്തൻ കബീർ ഒരു സ്പീഡ് ബോട്ടുമായി കാത്തിരിപ്പുണ്ടായിരുന്നു. ഗബ്രിയേൽ സർ, വേഗം! കബീർ വിളിച്ചു പറഞ്ഞു. അവർ ബോട്ടിലേക്ക് ചാടിക്കയറി. ബോട്ട് പുഴയിലൂടെ പാഞ്ഞു തുടങ്ങി. പുറകിൽ ക്രിസ്റ്റി കോട്ട അഗ്നിക്കിരയാവുന്നവർ കണ്ടു. ഡേവിഡും പോലീസും എല്ലാം ആ കോട്ടക്കുള്ളിൽ വെച്ച് പരസ്പരം പോരടിക്കുകയാണ്. ബോട്ടിൽ വെച്ച് റബേക്ക ഗബ്രിയേലിന്റെ മുറിവ് പരിശോധിച്ചു. അവൾ മെല്ലെ ചോദിച്ചു, ഇനി എങ്ങോട്ടാ? നിന്റെ സാമ്രാജ്യം തകർന്നു, നിനക്കിനി തിരിച്ചു പോകാൻ ഇടമില്ല. ഗബ്രിയേൽ പുഴയുടെ അങ്ങേക്കരയിലെ നഗരദീപങ്ങളെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ തീപ്പൊരി ഉണ്ടായിരുന്നു. സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത് കല്ലും മണ്ണും കൊണ്ടല്ല റബേക്ക, അതെന്റെ തീരുമാനങ്ങൾ കൊണ്ടാ. ഇനി ഞാൻ തുടങ്ങാൻ പോകുന്നത് ഒരു പുതിയ യുദ്ധമാണ്. ഡേവിഡിനെ മാത്രമല്ല, ഈ അഴിമതിയുടെ വേരുകളെ തന്നെ പിഴുതെറിയാൻ. 2 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ അതിർത്തിക്കപ്പുറം മഴ പെയ്യുന്ന ഒരു ചെറിയ മലയോര ഗ്രാമം. അവിടെ ഒരു ചെറിയ ക്ലിനിക്ക്. റബേക്ക ഫിലിപ്പ് അവിടെയുള്ള പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകുന്നു. പച്ചപ്പാർന്ന പ്രകൃതിക്ക് നടുവിൽ പണ്ട് കണ്ടിരുന്ന നിഗൂഢതകളൊന്നുമില്ലാത്ത ശാന്തമായ ഒരു മുഖം അവൾക്കുണ്ടായിരുന്നു. പെട്ടെന്നാണ് ക്ലിനിക്കിന് മുമ്പിൽ ഒരു പഴയ ജീപ്പ് വന്ന് നിന്ന്. അതിൽ നിന്നിറങ്ങിയത് ക്ലീൻ ഷേവ് ചെയ്ത, പക്ഷേ കണ്ണുകളിൽ നിന്ന് ആ പഴയ തീക്ഷ്ണതയുള്ള ഗബ്രിയേൽ ക്രിസ്റ്റി. അവൻ നേരെ അകത്തേക്ക് നടന്നു. റബേക്ക അവനെ കണ്ടതും ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ഗബ്രിയേൽ ഒന്നും മിണ്ടിയില്ല. അവൻ നേരെ അവിടെ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ കയ്യിൽ ഒരു ചെറിയ ബോക്സ് ഉണ്ടായിരുന്നു. കോട്ട കത്തിയിരിഞ്ഞന്ന് നീ തന്ന പെൺഡ്രൈവിൽ വെറും ഒരു തെളിവ് മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലേ? റബേക്ക ചിരിച്ചു. നീ അത് കണ്ടെത്തിയോ? അതെ, ഡേവിഡ് റിച്ചാർഡ് ആ പെൺഡ്രൈവിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കോഡ് വെച്ച് അവൻ കൊള്ളയടിച്ച കോടിക്കണക്കിന് രൂപയുടെ രേഖകൾ എനിക്ക് കിട്ടി. അത് ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ആർക്കേൻ ട്രസ്റ്റിലൂടെ തിരിച്ചു കൊടുത്തു. ഗബ്രിയേൽ ക്രിസ്റ്റി എന്ന അധോലോക രാജാവിന്റെ അന്ത്യം ഒരു പുതിയ മനുഷ്യന്റെ തുടക്കമാണ്. ഇതായിരുന്നു ആ വലിയ ട്വിസ്റ്റ്. ഗബ്രിയേൽ നശിപ്പിച്ച തന്റെ ശത്രുവിനെ മാത്രമല്ല, തന്റെ കറുത്ത ഭൂതകാലത്തെ കൂടിയായിരുന്നു. പെട്ടെന്നാണ് ക്ലിനിക്കിന് പുറത്ത് പോലീസ് ജീപ്പുകൾ വന്നിരുന്നത്. അത് കമ്മീഷണർ വിക്രം ഷെട്ടി ആയിരുന്നു. അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും ഗബ്രിയേലിനെ വേട്ടയാടാൻ വന്നിരിക്കുകയാണ്. ഗബ്രിയേൽ, നീ ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ വിടില്ല! വിക്രം ഷെട്ടി അലറി. ഗബ്രിയേൽ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അവന് പിന്നാലെ റബേക്ക ഇറങ്ങി വന്നു. അവളുടെ കയ്യിൽ പണ്ട് ഡേവിഡിന്റെ വെയർഹൗസിൽ കണ്ട ആ സർജിക്കൽ സ്കാൽപ്പർ ഉണ്ടായിരുന്നു. ഗബ്രിയേൽ ചിരിച്ചു. വിക്രം, നീ വന്നത് നന്നായി. ഞാൻ ഇന്ന് ആയുധമെടുക്കുന്ന കൊല്ലാനല്ല, മറിച്ച് നിനക്ക് തരാൻ ഒരു പാഠം പഠിപ്പിക്കാനാ. വിക്രം ഷെട്ടി ഗബ്രിയേലിന് നേരെ തോക്കിച്ചുകൊണ്ടി. ഗബ്രിയേൽ ഒട്ടും ഭയന്നില്ല. പെട്ടെന്ന് റബേക്കയുടെ സിഗ്നൽ ലഭിച്ചുകൊണ്ടാവണം ക്ലിനിക്കിന് ചുറ്റുമുള്ള മരങ്ങൾക്കിടയിൽ നിന്ന് 100 കണക്കിന് ആളുകൾ വെളിച്ചവുമായി പുറത്തേക്ക് വന്നു. അവർ ആർക്കേൻ ഹോസ്പിറ്റലിലെ രോഗികളും നാട്ടുകാരുമായിരുന്നു. അവർ ഗബ്രിയേലിനെ തങ്ങളുടെ കാവലാളായി കരുതിയിരുന്നു. വിക്രം ഷെട്ടി അന്തം വിട്ടുപോയി. ഗബ്രിയേലിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന അവനെ ജനക്കൂട്ടം വളഞ്ഞു. ഇനി ഈ നഗരത്തിൽ വിക്രം ഷെട്ടിക്ക് അധികാരമില്ല. ഈ ജനങ്ങളുടെ നീതി മാത്രമേ ഉള്ളൂ. ഗബ്രിയേൽ ഗർജിച്ചു. അവിടെ വെച്ച് വിക്രം ഷെട്ടിക്ക് തന്റെ പദവി നഷ്ടമായി. അവൻ തോറ്റു മടങ്ങി. യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞു. ഗബ്രിയേൽ തിരിഞ്ഞ് റബേക്കയെ നോക്കി. അവർ രണ്ടുപേരും ആ മഴയിൽ ഒന്നു ചേർന്നു. ഗബ്രിയേൽ ആ ചെറിയ ബോക്സ് തുറന്നു. അതിൽ ആ പഴയ ഡേവിഡിന്റെ സാമ്രാജ്യം തകർത്തപ്പോൾ കിട്ടിയ മോതിരമുണ്ടായിരുന്നു. ഇനി നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്? റബേക്ക ചോദിച്ചു. ഗബ്രിയേൽ അവിടെ കൈ മുറുക്കി പിടിച്ചു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം സാമ്രാജ്യത്തിലേക്ക്. അവിടെ ആയുധങ്ങളില്ല, വെറും സ്നേഹം മാത്രം.
മഴയിൽ നനഞ്ഞുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിന്റെ വാതിലുകൾ അവർക്കായി തുറക്കപ്പെട്ടു. അകലെ നിന്ന് കേൾക്കുന്ന ആ സൈറൺ ശബ്ദങ്ങൾ ഇനി അവർക്ക് ഭീഷണിയല്ല, മറിച്ച് പഴയൊരു അധോലോകത്തിന്റെ അന്ത്യഗീതമായിരുന്നു.